ഹായ് ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളെല്ലാവരും ക്ലാസ് 11ൽ പഠിക്കുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങളോടുള്ള ഒരു ചെറിയ റിക്വസ്റ്റ്, നിങ്ങൾ ഈ ചാനലിൽ പുതിയ ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. ബിക്കോസ് ഇത് നിങ്ങളുടെ പുതിയ ക്ലാസ് 11 CBSE ചാനലാണ്. നിങ്ങളുടെ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണ്ട എല്ലാ അപ്ഡേറ്റ്സുകളും ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടാൻ പോകുന്നത് ഈ ചാനൽ ത്രൂ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പറയാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളിപ്പോൾ ക്ലാസ് 10 കഴിഞ്ഞ് ക്ലാസ് 11ലേക്ക് മാറിയിട്ട് അധികം ദിവസങ്ങളൊന്നും ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ക്ലാസ് 10 വരെ നല്ലതുപോലെ പഠിച്ച് ക്ലാസ് 10ൽ ടോപ്പർ ആയിട്ടുള്ള ഒരാൾക്ക് ക്ലാസ് 11ഉം ഈസി ആകുമോ? ക്ലാസ് 11ലും അയാൾക്ക് ടോപ്പർ ആകാൻ പറ്റുമോ? ഇത് ഒരു പ്രധാനമായിട്ട് നിങ്ങളുടെ ഇടയിലുള്ള ഡൗട്ട് ആയിരിക്കും. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സ്റ്റേറ്റും CBSEയും വെച്ചുകൊണ്ടാണ് ഞാൻ ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. 10ാം ക്ലാസ് വരെ സ്റ്റേറ്റ് സിലബസ് പഠിച്ചൊരു കുട്ടി +1ലേക്ക് എത്തുന്ന സമയത്തും 10ാം ക്ലാസ് വരെ CBSE പഠിച്ചൊരു കുട്ടി +1ലേക്ക് എത്തുന്ന സമയത്തും +1ൽ ഫോളോ ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്ക് സെയിം ആണ്. രണ്ടുപേരും NCERT ആണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ എന്താ ഡിഫറൻസ്? പക്ഷെ 10ാം ക്ലാസ് വരെയുള്ള സ്റ്റേറ്റ് കുട്ടികൾ പഠിക്കുന്നത് SCERT സിലബസ് ആണ്. +1ൽ എത്തുന്ന സമയത്താണ് അവർ NCERT ഫോളോ ചെയ്ത് തുടങ്ങുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ 10th വരെ ക്ലാസ് 10 വരെ നിങ്ങൾ ഫോളോ ചെയ്ത് വന്നത് എന്ത് തന്നെയാണ്? NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അപ്പോൾ +1ലേക്ക് എത്തുന്ന സമയത്തും NCERT തന്നെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അത് നിങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ക്ലാസ് 11ലുള്ള ഓരോ ടെക്സ്റ്റ് ബുക്കിലെയും ചോദ്യങ്ങളും എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ആ ഒരു സ്ട്രക്ചർ അറിയാവുന്നത് കൊണ്ട് നിങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യില്ല. പിന്നെ പ്രോബ്ലംസ് ചെയ്യുകയും കൺസെപ്റ്റ് മനസ്സിലാക്കുകയുമാണ് വേണ്ടത്. അത് പിന്നെ ഏത് ക്ലാസ്സിലായാലും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ ക്ലാസ് 11ൽ ടോപ്പർ ആയതുകൊണ്ട് ക്ലാസ് 10ൽ ടോപ്പർ ആയതുകൊണ്ട് ക്ലാസ് 11ൽ നമുക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? തീർച്ചയായിട്ടും. നിങ്ങൾ നല്ലതുപോലെ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കൊക്കെ കൃത്യമായിട്ട് നോക്കി പഠിച്ച ഒരാളാണെങ്കിൽ, ടെക്സ്റ്റ് ബുക്കിലൊക്കെ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് പഠിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ക്ലാസ് 11ലും നിങ്ങൾക്ക് ടോപ്പർ ആകാനുള്ള ചാൻസ് നല്ലതുപോലെ ഉണ്ട്. അത് ബാക്കി നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും. നിങ്ങൾ എങ്ങനെയാണോ ഇനി അങ്ങോട്ട് പഠിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. നിങ്ങൾ 10ാം ക്ലാസ് വരെ നല്ലതുപോലെ പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങി ഞാൻ ടോപ്പാണ് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തായാലും മാറ്റി വെക്കണം. കാരണം ഇപ്പോൾ പുതിയ കോൺസെപ്റ്റുകൾ, പുതിയ കാര്യങ്ങളായിരിക്കും അധികവും നിങ്ങൾ പഠിക്കേണ്ടി വരിക. അപ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ കുറച്ചധികം എക്സ്ട്രാ എഫേർട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്ലാസ് 11ലും നല്ല മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് ടോപ്പർ ആകാം. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതൊന്നുമല്ല, ക്ലാസ് 11ൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാം ഇല്ലെങ്കിൽ പോലും ക്ലാസ് 12ൽ നിങ്ങൾക്ക് മെയിൻ പബ്ലിക് എക്സാം വരുന്നുണ്ട്. ക്ലാസ് 11ൽ പഠിക്കുന്ന ഒരുപാട് ചാപ്റ്റേഴ്സിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് 12ലെ മിക്ക മെജോറിറ്റി ചാപ്റ്റേഴ്സും വരുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ അവിടെ പാളും. അപ്പോൾ ക്ലാസ് 10 നിങ്ങൾ നല്ലതുപോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പഠിച്ച കുറേ കാര്യങ്ങൾ ക്ലാസ് 11ലേക്ക് ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ക്ലാസ് 11ലെ ഓരോ ചാപ്റ്റേഴ്സും, നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾ ഫോളോ ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ അത് പഴയ ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കി നിങ്ങൾ പഠിക്കണം. ആൻഡ് ക്ലാസ് 11 നല്ലതുപോലെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ക്ലാസ് 12 നിങ്ങളുടേത് താറുമാറാകും. അപ്പോൾ ആദ്യമേ ആലോചിച്ച് വെക്കുക, നല്ലതുപോലെ ക്ലാസ് 11 പഠിച്ചാൽ മാത്രമേ ക്ലാസ് 12 കഴിഞ്ഞിട്ട് പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകണം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. വീണ്ടും കാണാം.